أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 83-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രോഗവുമായി ബന്ധപ്പെട്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരീക്ഷണാർത്ഥം ഒരു വലിയ രോഗം നൽകുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തും മക്കളുമെല്ലാം മരണപ്പെട്ടു പോവുകയും അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രം അവശേഷിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി. അതിന് ശേഷമുള്ളതാണ് ഇൻഷാ അല്ലാഹ് ബാക്കി പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وإسماعيل وإدريس وذا الكفل كل من الصابرين. وإسماعيل وإدريس وذا الكفل كل من الصابرين. وأدخلناهم في رحمتنا إنهم من الصالحين. وأدخلناهم في رحمتنا إنهم من الصالحين. وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات
وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له فاستجب ബാക്ക് സുക്കൂനാണ് ഹറൂഫുൽ ഖൽഖല. ബാവ് നല്ലോണം ബ് എന്നുള്ള ഉച്ചാരണം വരണം. ഫസ്തജബ്ന അവിടെ ഫ ഇസ്തജബ്ന എന്നാണ്, പക്ഷെ അത് ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ലായതുകൊണ്ട് ഫ ഇസ്തജബ്ന എന്ന് ഓതാൻ പാടില്ല. ഫസ്തജബ്ന ഫസ്തജബ് ബ് ഫസ്തജബ്ന ലഹു ഫകശഫ്ന ഫകശഫ്ന മാ ബിഹി മിൻ ദുർ. അവിടെ നിർത്താണെങ്കിൽ മിൻ ദുർ, അല്ലെങ്കിൽ നിർത്താതെ ഓതാണെങ്കിൽ മിൻ ദുർരിൻ വആതൈന. മിൻ ദുർരിന്നല്ല മിൻ ദുർരിൻ എന്ന നൂന മണിക്കണം. കാരണം ബാദ് എന്നുള്ളത് ഹറൂഫിൻ്റെ ഇൽഹാറിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല. അപ്പം അതുകൊണ്ട് തന്നെ മിൻ ദുർരിൻ ഓതാൻ പാടില്ല. മിൻ ദുർരിൻ വആതൈനാഹു അവിടെ നിർത്തുമ്പോൾ മിൻ ദുർ എന്ന് നിർത്തണം, അല്ലെങ്കിൽ രണ്ട് മീം ഒരുമിച്ച് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂനാണ്. അപ്പൊ അതൊന്നിനെ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഗുന്നത്തോടുകൂടി നിറം മണിച്ചിട്ട് ഓതണം. അവിടെ അങ്ങനെ തന്നെയാണ്. തൻവീനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. റഹ്മത്തൻ എന്നുള്ള തൻവീനുണ്ട്, ശേഷം മീമാണ് വരുന്നത്. അതിനെ ഇദ്ഗാം ചെയ്ത് റഹ്മത്തൻ മിൻ ഇൻദിന. അവിടെ മിൻ ഇദ്ഹാർ ചെയ്യണം. കാരണം എന്താണ്? ശേഷം ഐനാണ് വന്നിട്ടുള്ളത്. ഐന് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അപ്പൊ മിൻ ഇൻദിന. പക്ഷെ ഇൻദിന എന്നുള്ളതിന്റെ നൂനെ മണിക്കാൻ പിന്നെ ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, വെളിവാക്കാൻ പാടില്ല. അപ്പൊ റഹ്മതൻ മിൻ ഇൻദിന റഹ്മതൻ മിൻ ഇൻദിന എന്നാണ് അതുണ്ട്. വദിക്റാ ലിൽ ആബിദീൻ വദിക്റാ ലിൽ ആബിദീൻ. അതുപോലെ ഇസ്മാഈല വ ഇദ്രീസ ഇദ്രീസ വദൽ കിഫിൽ വദൽ കിഫിൽ. അതുപോലെ തന്നെ കുല്ലും മിനസ്വാബിരീൻ. കുല്ലുൻ മിനസ്വാബിരീൻ എന്നല്ല, കുല്ലും മിനസ്വാബിരീൻ. അവിടെ തൻവീനുണ്ട്. തൻവീന് മീമിലേക്ക് മണിച്ച് പിന്നെ ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. കുല്ലും മിനസ്വാബിരീൻ. പിന്നെ വഅദ്ഖൽനാഹും വഅദ് ഖുത്ബ് ജദ്ദാണ് ഹുറൂഫുൽ ഖൽഖല. وأدخلناهم في رحمتنا إنهم من الصالحين. അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നു. ഇന്നഹും മിന. അവിടെ മറ്റേ മീമിനെ ഒരു മീമിനെ മറ്റേ മീമിനെ ഇദ്ഗാം ചെയ്ത് ഗുന്നത്ത് വേണം. അപ്പോൾ ഇന്നഹും മിനസ്സാലിഹീൻ. അതുപോലെ തന്നെ വദന്നൂനി ഇദ് ദഹബ. ഇത് ദഹബ എന്നാണ്. ഇത് ദഹബ. അപ്പോൾ രണ്ടും ഇത് എന്നുള്ളതും ഇതാണ്, ദഹബ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്ന് രണ്ടക്ഷരം ഒരുപോലത്തെ ഒരു അക്ഷരം വരികയും ആദ്യത്തിന് സുക്കൂനാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേതിലേക്ക് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. അത് ശബ്ദം ഉണ്ടാവും. പക്ഷെ അവിടെ ഉന്നത്ത് പാടില്ല. ഇത് ദഹബ എന്നാണ്. ഇത് ദഹബ എന്നുള്ള ശബ്ദ്
إذا وذنون إذ ذهب مغاضبا غضب عين لا غينا مغاضبا فظن അല്ലൻ എന്നുള്ളടത്ത് വന്ന എന്നുള്ളവിടെ നൂന്നെ മണിക്കണം. പിന്നെ അൻ ലൻ എന്നാണ്, പക്ഷെ അത് അങ്ങനെ ഓതാൻ പാടില്ല. അവന് എന്താ അല്ലന്ന ഖദിറ. ആ ആദ്യത്തെ നൂന് സാക്കിനത്തിന് ഉച്ചാരണത്തിൽ തന്നെ വരാൻ പാടില്ല. അൻ ലൻ എന്നല്ല, അല്ലൻ ഖദിറ. ആ നൂനിന് ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, പക്ഷെ ഒരിക്കലും മണിക്കാൻ പാടില്ല. അവിടെ നൂനിന്റെ ഉച്ചാരണം തന്നെ വരാൻ പാടില്ല. അല്ലൻ ഖദിറ. ആ അംസയുടെ ഉച്ചാരണം കഴിഞ്ഞാൽ പിന്നെ ലാമിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് അല്ലൻ എന്നല്ല, അല്ലൻ ഖദിറ. ഖദിറ അലി فنادى في الظلمات ألا إله إلا أنت. അവിടെ രണ്ട് സ്ഥലത്ത് നിന്നിട്ടാണ് لا إله إلا أنت سبحانك إني كنت من الظالمين. سبحانك إني كنت من الظالمين. أنا അത് കണ്ടിട്ടുണ്ടാകും. ഇനി അസലിയായ മദ്ദുള്ളൂ, ഇന്നീ എന്നിട്ടാൻ പാടില്ല. കാരണം കാഫ് എന്നുള്ളത് മദ്ദക്ഷരത്തിൽപ്പെട്ട ഇന്ന്, പിന്നെ അവിടെ ഇന്നീ കുന്തു മതി. അത് കണ്ടിട്ടുണ്ട് ആവശ്യമില്ല. ഇന്നീ കുന്തു, അവിടെ ഇനി എന്നുള്ള നൂന്നെ മണിക്കണം. ഇന്നീന്ന് വേണ്ട, ഇന്നീ കുന്തു മിനദ്ദാലിമീൻ. ളാലിമീൻ്റെ അവിടെ നിർത്തുമ്പം എന്നിട്ട് നിർത്തണം, മിനദ്ദാലിമീൻ എന്നാണ് നിർത്തേണ്ടത്. അപ്പൊ നോക്കുക, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചോനെ എനിക്ക് പ്രയാസം ബാധിച്ചിട്ട് നീ അർഹമുർ റഹീമീനാണ്. അങ്ങനെ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിശദീകരിച്ചിരുന്നു. അങ്ങനെ ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന് ബാധിച്ച ആ പ്രയാസം നാം നീക്കി കൊടുത്തു. അപ്പൊ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് നീക്കി കൊടുത്തു. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. കുളിമുറിയിലേക്ക് അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി കയറി. അങ്ങനെ പുറത്ത് ഭാര്യ നിൽക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ ഭൂമിയിൽ കാല് അമർത്തണം. ഉർക്കുബിരിജിലിക്ക, ഭൂമി കാലിൽ കാലെന്ത് ചെയ്യുക, ഭൂമിയിൽ അമർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല ശുദ്ധമായ വെള്ളം വരും. ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ താങ്കളുടെ അസുഖം മാറും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർണത്തിന്റെ നാണയത്തൊട്ടുകൾ ആകാശത്ത് നിന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിശദീകരിച്ചിരുന്നു. അങ്ങനെയാണ് ഫകശഫ്നാ ബാമി വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അങ്ങനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ നാം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ സന്താനങ്ങളൊക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിന് അള്ളാഹു വീണ്ടും സന്താനങ്ങളെ കൊടുത്തു. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോയിരുന്നു, പക്ഷെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കുടുംബങ്ങളെ കൊടുത്തു. മാത്രമല്ല വമിസ്ലഹും മഅഹും, ആദ്യം ഉണ്ടായതിന്റെ ഇരട്ടി കൊടുത്തു. ഉദാഹരണം, മക്കൾ അതിന്റെ ഇരട്ടി കൊടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുമായിട്ടും അതിനേക്കാൾ കൂടുതൽ നല്ല അവസ്ഥയുണ്ടായി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം തന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ഒരു മനുഷ്യൻ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ സബർ കൈവിടാതെ അയാൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ ദുനിയാവിൽ തന്നെയും അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള നേട്ടങ്ങളും ഇരട്ടിയായ പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞത് റഹ്മത്തൻ മിൻ ഇൻദിനാ, ഇത് നമ്മുടെ അടുക്കൽ നിന്നുള്ള അദ്ദേഹത്തിനുള്ള റഹ്മത്താണ്, കാരുണ്യമാണ്. വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു ഉത്ബോധനവുമാണെന്ന്. എന്ന് പറഞ്ഞാൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് രോഗം വന്നു. കാരണം അയ്യൂബ് നബിക്ക് മാത്രമല്ല ഇനി രോഗം വരെ, ലോകത്തുള്ള മനുഷ്യന്മാർക്കൊക്കെ എന്ത് ചെയ്യും, രോഗം വരാൻ സാധ്യതയുണ്ട്. ആ രോഗത്തിൽ പിടിച്ചു നിന്ന് അള്ളാഹുവിനെ മറക്കാതെ ഇബാദത്തിൽ മുഴുകി, അല്ലെങ്കിൽ പടച്ചോന്റെ കൽപ്പനകൾ ധിക്കരിക്കാതെ നിന്നാൽ അവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് കൊടുത്തതുപോലെ കൊടുക്കും. അതാണ് വദിക്റാ ലിൽ ആബിദീൻ.
ആബിദീങ്ങളായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. ഏതില്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സംഭവത്തിൽ നമുക്ക് ഗുണപാഠം. എന്താ ഗുണപാഠം? ഒരു രോഗം വരുമ്പോഴേക്കും അമൃതങ്ങളെ മണ്ടല്ല, അല്ലെങ്കിൽ അയർവാടിക്കോ അല്ലെങ്കിൽ മറ്റോടത്തൊക്കെ മണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന രോഗമാവ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അതാണ് ഇബ്രാഹിം പറഞ്ഞില്ലേ, എനിക്ക് രോഗം വന്നാൽ അള്ളയാണ് എനിക്ക് ശിഫ നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇശ്ഫി അൻത ഷാഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അതിനകത്തെന്ന് വെച്ചാൽ പിന്നെ ഭൗതികമായ സ്വഭാവങ്ങളിലേക്ക് പോകേണ്ടതല്ല. രോഗം മാറ്റുന്നവൻ പടച്ചവനാണ്, പക്ഷെ നമ്മൾ ഭൗതികമായിട്ടുള്ള ചികിത്സകൾ നടത്തണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുകയും വേണം. ഈ ഒരു പിന്നെ ഉപദേശം ഈ ഒരു സംഭവത്തിലുണ്ട്. അഥവാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹ് ഇരട്ടി കൊടുത്തു, സമ്പത്ത് ഇരട്ടിയാക്കി കൊടുത്തു, അതുപോലെ തന്നെ സന്താനങ്ങളെയും ഇരട്ടി കൊടുത്തു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുടുംബങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നഷ്ടപ്പെട്ടത് ചിലപ്പോൾ ഇരട്ടിയായിട്ട് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ചരിത്രം എടുത്ത് വെച്ച് ചോദിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക രാജ്യം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കി. പക്ഷെ പിന്നീട് പ്രവാചകൻ അത് ക്ഷമിച്ചു. പിന്നീട് നബി എങ്ങനെ വരുന്നത്? ആ മക്ക രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടാണ് റസൂലുള്ളാഹി മക്കത്ത് കയറി ഉണ്ടല്ലേ. റസൂലുള്ളാഹി അവിടുത്തെ ഭരണാധികാരി ആയിരുന്നില്ല, ഒരു സാധാരണ മനുഷ്യനായിരുന്നു അവിടുത്തെ മക്കയില്. പക്ഷെ ആ പ്രവാചകനെ മക്ക രാജ്യം പുറത്താക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു. പക്ഷെ പിന്നീട് മക്കയുടെ ഭരണാധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഏത് കാര്യത്തിനുണ്ടാവും. അതുകൊണ്ടാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു പ്രയാസത്തിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു എളുപ്പമുണ്ടാവും. ദുനിയാവിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടാവും, ഒരു ഇറക്കുണ്ടായ ഒരു കയറ്റം ഉണ്ടാവും. അത് ദുനിയാവിൽ ഈ ജീവിതത്തിന്റെ ഒരു പിന്നെ രീതിയായിട്ട് അള്ളാഹു പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ അപ്പൊ ഇവിടെ പിന്നെ ഇബ്രാഹിം നബിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നെ ലൂത്ത് നബിന്റെ പറഞ്ഞു, പിന്നെ അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞു, പിന്നെ ഇസ്ഹാഖ് നബിന്റെ പറഞ്ഞു. പിന്നീട് നമ്മൾ പഠിക്കുന്ന സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ അംബിയ. അംബിയ എന്ന് പേരിട്ടാൻ തന്നെ കാരണം ഒരുപാട് അമ്പിയാക്കന്മാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. നബിയെ നിങ്ങൾ ഓർക്കണം, ഇസ്മായില, ഇസ്മായിൽ നബിയെയും നിങ്ങൾ ഓർക്കണം. എന്താ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൊക്കെ ഓർക്കാനുള്ള നമുക്ക് ഒരുപാട് ഓർക്കാണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പറക്കമുറ്റാത്ത അല്ലെങ്കിൽ ചെറിയ പിഞ്ചു പൈതലിനെയും കൊണ്ടാണ് പിന്നെ ആ മക്ക മണലാരണ്യത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇന്നത്തെ മക്കയിൽ പോയ ആളുകൾക്ക് തന്നെ അറിയാം, അടുത്ത ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നത് വലിയ വലിയ കുന്നുകളും മലകളുമാണ് അവിടെ ഉള്ളത് മക്കയിലുള്ള. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കൊന്ന് അവിടെ പോയിട്ടും ചിന്തിച്ചു നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയായിരിക്കും കാൽനടയായിക്കൊണ്ട് അല്ലെങ്കിൽ വാഹനപ്പുറത്തോ, അന്നറത്തെ ഒട്ടകം കഴുതൊക്കെയാണല്ലോ, വാഹനപ്പുറത്താണെങ്കിൽ പോലും അന്ന് തുരങ്കങ്ങളില്ല, ഇപ്പൊ വലിയ തുരങ്കങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ മല കടന്ന് ഇന്ന് കഅബ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണല്ലോ. എന്നിട്ട് അവിടെ ഇന്നി അസ്കൻതു ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, കുറച്ച് നിന്റെ കഅബന്റെ അടുത്ത് ഞങ്ങൾ എൻ്റെ മകനെയും എൻ്റെ ഭാര്യയും വിട്ടു പോരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം. കാരണം ഇസ്മായിൽ നബി എന്ന് പറയുന്ന പിന്നെ പിഞ്ചോമന മകനെ മുല കുടിക്കുന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുന്ന പ്രായത്തിൽ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ ഒരു സന്താനത്തെ എവിടെ ഇട്ട് പോരുന്നത്? ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു കൃഷിയോ ഒരു ഭൂമിയോ ആൾതാമസമോ ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇട്ട് പോരാൻ. ആ സ്ഥലത്തിട്ട് പോരുമ്പോൾ അവസാനം ഹാജർ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇലാമയ്യക്കിരിന ആരേൽപ്പിച്ചിട്ടാണ്? ഇബ്രാഹിം നബി തിരിച്ചു നടക്കുകയാണ്. ഇബ്രാഹിം നബി തിരിച്ചു നടക്കുമ്പോൾ ഹാജർ നബി അന്തം വിടുകയാണ്. കാരണം അവിടെ ഒരു വെള്ളമില്ല, ഒരു മനുഷ്യനില്ല, ഒരു തണൽമരമില്ല, ഒന്നുമില്ല, ഒരു മൊട്ടക്കുന്ന്. ഇലാമയ്യക്കിലുന ആരിലേക്കാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്? അപ്പോൾ അള്ളാഹുലേക്ക് എന്ന് പറഞ്ഞപ്പം പിന്നെ ഹാജറിന് പ്രയാസമല്ല. കാരണം ഇതൻ ലായുന ഹാജർ റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവടിയുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ ഒരു ഈമാനിന്റെ കടുകട്ടി എത്രയാണ്?
ചില്ലറ ഈമാൻ മതിയോ? ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് ഒരു പെണ്ണ് മാത്രം ഒറ്റക്കാണ്. കൂടുള്ള ആരാ? ഒരു ചെറിയ പിഞ്ചോമന പെയ്തൽ, കരയാൻ മാത്രം അറിയുന്ന, ഒരു സംസാരിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയിൽ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഒരു മനുഷ്യൻ നിറവേറ്റുകയാണെങ്കിൽ അള്ളാഹു അവനെ കൈവടിയില്ല. അങ്ങനെയാണ് അവിടെ സംസം ഉണ്ടാകുന്നത്. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, അവർക്കമായ ആവശ്യമായ ഭക്ഷണങ്ങൾ വരുന്നു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വളർന്നു വരുന്നു. അതാണ് ഇസ്മായിൽ നബിയുടെ ചരിത്രം. ഇസ്മായിൽ നബി മക്കയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ആ മക്കയിൽ വളർന്നു വന്ന ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് മക്കയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് വന്നത്. അതാണ് ഇസ്മായിൽ നബി റസൂലും തമ്മിൽ ബന്ധം വെച്ച. ഇസ്മായിൽ നബി ജനിച്ചു വളർന്ന എവിടെയാണ്? മക്കയിലാണ്. ആ മക്കയിൽ വളർന്ന് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ, ഇസ്ഹാഖ് നബി മക്കയിലല്ല, ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ കാണാൻ പിന്നെ വരുന്ന രംഗമുണ്ട് ഹദീസിലൊക്കെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കാരണം അവിടെ ഒറ്റൊന്നും പോവില്ല. പിന്നെ എന്താണ് അവസ്ഥ? അപ്പോൾ ഒന്ന് നോക്കുമ്പം അവിടെ ജനങ്ങളൊക്കെ താമസാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പിന്നെ ഒരു ഗോത്രത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിനെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ മകൻ്റെ വീട് പിന്നെ അന്വേഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടെത്തി. ഇസ്മായിലിൻ്റെ വീട് കണ്ടെത്തി. അങ്ങനെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇസ്മായിൽ നബി വീട്ടിലില്ല. ഇസ്മായിൽ നബി വീട്ടിലില്ല. അപ്പോൾ എന്താണ് വീടിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പറയാം. എത്ര ഇപ്പം നമ്മൾ വലിയ പിന്നെ ആൾക്കാർക്ക് ചെന്നാലും ആർക്കും അൽഹംദുലില്ലാഹ് പൊള്ളോണ്ട മെച്ചാണെന്ന് ആരും പറയില്ല. മനുഷ്യന്മാരുടെ ഫിത്രത്താണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ പറഞ്ഞു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇനി ഇസ്മായിൽ വന്നാൽ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറയണം എന്ന് പറഞ്ഞു. ആ വാതിൽ ഉമ്മറപ്പടി ഒന്ന് മാറ്റി വെക്കാൻ പറയണം. അങ്ങനെ ഇസ്മായിൽ നബി വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ആൾ വന്നിരുന്നു. അപ്പോൾ ഇസ്മായിൽ നബിക്ക് മനസ്സിലായത് ബാപ്പയാണ് വന്നത്. ഉമ്മറപ്പടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അന്നെ ഒഴിവാക്കണം, വേറെ പെണ്ണിട്ടണം, ഈ പെണ്ണ് എനിക്ക് ചോദിച്ചതല്ല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനെ ഒഴിവാക്കുകയും വേറെ വിവാഹം കഴിക്കുകയും പിന്നീട് രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അങ്ങനെയാണ് പിന്നീട് കഅബാലയത്തിൻ്റെ ഒക്കെ നിർമ്മാണം നടപ്പിച്ചത്. അന്ന് വന്നപ്പോൾ ഇസ്മായിൽ നബി അവിടെ സ്ഥലത്തില്ല. പറഞ്ഞു എന്താവശ്യം? അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെങ്കിൽ ഉമ്മറപ്പടി അവിടെ തന്നെ വെക്കാൻ പറഞ്ഞാൽ മതി, മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇസ്മായിൽ നബിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പറഞ്ഞൊരൊറ്റ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ ഒരു ഭാര്യയെ ഒഴിവാക്കണം, തലാക്ക് ചെല്ലാണ്. അങ്ങനെ പറ്റുമോ ഇസ്ലാമിൽ? പറ്റുമോ? പറ്റൂല. അതായത് ഒരു പിതാവ് പറയാണ് മകനോട് പിന്നെ പിന്നെ നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, അതിന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ശർഈയായ കാരണം കൊണ്ടാണ് പറയുന്നതെങ്കിൽ വാപ്പാനെ അനുസരിക്കണം. ഏതുപോലെ ചോദിച്ചാൽ, ഉദാഹരണം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചതിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചില അസംതൃപ്തികൾ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ പരാതി വന്നു പറഞ്ഞു, എൻ്റെ വാപ്പ പെണ്ണുങ്ങളെ തലാക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം? അബാക്ക, നിന്റെ വാപ്പാനെ നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. കാരണം ഉമറാണ് പറഞ്ഞത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കാര്യം പറയില്ല. അങ്ങനത്തെ വാപ്പാരും കൂടിയാണ് കേട്ടോ, വേറെ കാര്യം. അല്ലാതെ പണ്ടം കുറഞ്ഞ് അല്ലെങ്കിൽ ചൊർക്ക് പോരാ. ഇപ്പം ഇന്ന് ഞാൻ പേപ്പർ വായിച്ചു, ഒരു പെണ്ണിനെ കൊന്ന ഇത് നഅൂദുബില്ലാ കണ്ണൂർ ജില്ലയിൽ. അതായത് ഭർത്താവ് കറുത്തിട്ടും ഭാര്യ വെളുത്തിട്ടാണ്. കുട്ടി പ്രസവിച്ചപ്പോൾ കുട്ടി വെളുത്തിട്ടാണ്. അപ്പൊ ഇന്റെ കളറല്ല കുട്ടിയും ആലോചിക്കണം. ആ പെണ്ണിനെ പീഡിപ്പിക്കും. ഇതൊക്കെ ചോറിനല്ല ഇതിലൊക്കെ തിന്നു ആലോചിക്കാണ്. ഒരു വെളുത്ത കുട്ടി വെളുത്തു പോയതിന്റെ പേരിൽ എന്റെ കളറല്ല കുട്ടി എന്നുള്ളതുകൊണ്ട്, ഓളെ കളറായി പോയി എന്നുള്ളതുകൊണ്ട് ഈ പെണ്ണിനെ എന്ത് ചെയ്യുക? പീഡിപ്പിക്കുക. നഅൂദു ബില്ലാഹി മിൻ ദാലിക്. അങ്ങനത്തെ
ഇബ്രാഹിം ഖവാഇദ് മിനൽ ബൈത്തി വ ഇസ്മാഈൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുത്ത് ഇബ്രാഹിം നബിക്ക് സ്വപ്നം കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വപ്നം കണ്ടു. സ്വപ്നം പ്രവാചകന്മാരുടെ സ്വപ്നം വഹയായിരിക്കും, നമുക്കറിയാം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണർച്ചയിലല്ല അർക്കണം വഹി കിട്ടിയത് ഉറക്കത്തിലാണ്. ഉറക്കത്തിലുള്ളത് വഹയായിരിക്കും, പക്ഷെ ഉണർച്ചയിൽ ലഭിക്കുന്ന വഹയിന്റെ സ്ഥാനം അതിനുണ്ടാവില്ല, അത് വഹി തന്നെയാണ്. ഇപ്പൊ ഏതുപോലെ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കത്തിലും ഒരുപാട് വഹയികൾ വന്നിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ വഹിയാണല്ലോ, ഖുർആൻ വഹിയല്ലേ. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ഒരു വഹി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉറക്കത്തിൽ കിട്ടിയതല്ല, ഉണർച്ചയിൽ കിട്ടിയതാണ്. രണ്ട് വഹി തന്നെയാണ്. വഹീലിന്റെ ആ ഒരു ദർജയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ഉണർച്ചയിൽ കിട്ടുന്ന വഹിയാണ്. അതിൻ്റെയും ദർജ കുറവാണ് ഉറക്കത്തിൽ കിട്ടുന്ന വഹി. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സ്വന്തം മകനെ അറക്കാനുള്ള വഹി അള്ളാഹ് എങ്ങനെ കൊടുക്കണത്? ഉറക്കത്തിൽ. അതൊരു പരീക്ഷനാണ്. കാര്യം ഇബ്രാഹിം നബി ചിന്തിച്ച് ഏതായാലും ഇപ്പൊ എനിക്കിപ്പോ ഉറക്കത്തിലല്ല കണ്ട, ഇപ്പൊ ഇനി എത്ര മിനിറ്റ് പറഞ്ഞോട്ടെ, നമുക്ക് ഇനി ഉറച്ച കിട്ടുമ്പല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് പരീക്ഷിക്കാൻ ആലോചിക്ക്. ഒരു ദർജ കുറഞ്ഞ വഹിയിലൂടെയാണ് മകനെ അറക്കാൻ വേണ്ടി സ്വപ്നം കാണുന്നത്. തൻ്റെ സ്വന്തം മകനോടത് പറയുന്നു. അപ്പോൾ ഫൻദുർ മാദാ തറ, എന്താ എൻ്റെ അഭിപ്രായം? ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മകനോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും അദ്ദേഹം തൻ്റെ മകനോട് അഭിപ്രായം ചോദിക്കണം. അപ്പൊ എന്താ പറഞ്ഞു? ഇഫ്അൽ മാ തുഅ്മർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പൊന്ന ഫലമ്മ ബലഅ മഅഹു സഅയ എന്നുള്ള പറഞ്ഞു. ആ സ്വന്തം പിതാവിൻ്റെ കൂടെ നടക്കാൻ പ്രായമായൊരു ഘട്ടമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെ ഒക്കെ ഇപ്പോൾ കുട്ടിക്ക് വിവിധ പ്രായം ഉണ്ടല്ലോ. മലനടക്കുന്ന പ്രായമുണ്ട്, കൗന്നടക്കുന്ന പ്രായമുണ്ട്, ഇരിക്കണ പ്രായമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നമുക്കൊരു ആകർഷണീയത്വവും നമുക്ക് മനസ്സ് അറ്റാച്ച്മെന്റ് വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ കയ്യും പിടിച്ചിങ്ങനെ കുട്ടികൾ നടക്കണ പ്രായം ഉണ്ടല്ലോ, നിറങ്ങനെ ഓടിച്ചാടി നടക്കണ പ്രായം, ഒരു പക്വതൊക്കെ പറഞ്ഞാലൊക്കെ മനസ്സിലാവുന്ന പ്രായം ഉണ്ടല്ലോ. ആ പ്രായത്തിലാണ് ഇസ്മായിൽ നബിനെ അറക്കാൻ വേണ്ടി അള്ളാഹ് കൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൺകുളിർമ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രായം ഉണ്ടല്ലോ, അപ്പോഴാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സദജിനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ആയത്തിന്റെ കുല്ലു മിനസ് സാബിരീൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ക്ഷമിക്കുന്നവനായി കാണും, അതുകൊണ്ട് ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങൾ ചെയ്തോളി. അപ്പൊ ആ മകന് അറക്കാന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല എന്നൊന്നുമില്ല. അറക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയാം, എൻ്റെ ജീവൻ പോണ കാര്യമാണ്, കത്തെടുത്ത് കൗത്തിൽ അറക്കലാണ് ഉദ്ദേശം എന്നൊക്കെ ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മകനെ അറിയാം. അങ്ങനെ വലമ്മ അസ്ലമ വതല്ലഹുൽ ജബീൻ, അവർ രണ്ടുപേരും ആ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കൈകാലുകൾ ബന്ധിച്ച്, അപ്പം അറക്കാൻ വേണ്ടി കത്തി കയ്യിലെടുത്ത് തൻ്റെ ആ കുട്ടിയുടെ മുഖം കാണാതിരിക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഏതൊരു പിതാവിനും അത് കഴിയാം. സ്വന്തം നമുക്കൊക്കെ കോയിനിറക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് പിന്നെ അത് തയമ്പായ ആൾക്കാരുണ്ടാവും. സ്വന്തം മകന് അതും അവസാന കാലഘട്ടത്തിൽ പടച്ചോൻ തന്ന ഒരരുമ സന്താനത്തെ അള്ളാഹു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇറക്കുന്നത്. അദ്ദേഹം തൻ്റെ മകൻ്റെ മുഖം തിരിച്ചു കടത്തിയതാണ്. കാരണം ആ മോൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം അള്ളാഹുവിൻ്റെ കൽപ്പന ഏതൊരു പിതാവിൻ്റെ ഹൃദയം പടഞ്ഞു പോകുമല്ലോ. അപ്പൊ പടച്ചവന്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നതിൽ ഞാൻ പിറകോട്ട് പോകുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പേടിയുള്ളത് കൊണ്ട് മകന്റെ മുഖം തിരിച്ചു കടത്തി. അപ്പോഴാണ് അനാദൈനായ ഇബ്രാഹിം അത് സദ്ദഖ്ത റുയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. അതാണ് ഇസ്മായിൽ നബിന്റെ ചരിത്രം. ആ ഇസ്മായിൽ നബിയാണ് അള്ളാഹ് അറക്കാൻ വേണ്ടി കൽപ്പിച്ചത്. നേരത്തെ മറിച്ച് ക്രിസ്ത്യാനികളും പോലൊക്കെ ഇസ്ഹാഖ് നബിനെയാണ് അറക്കാൻ വേണ്ടി കൽപ്പിച്ചതെന്ന് പറയും. കാരണം ഇസ്ഹാഖ് നബിന്റെ അമ്മാരാണ് സാറയാണ്. സാറ എന്ന് പറഞ്ഞല്ലോ, സാറാണ് യഥാർത്ഥ ഭാര്യ, ഹാജർ അടിമസ്ത്രീയായിരുന്നു. അപ്പൊ ആ ഒരു കുലീനത പരിഗണിച്ചുകൊണ്ടാണ് അവർ പ്രമാണങ്ങളിൽ ഇസ്മായിൽ നബിയാണ് അറക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതെന്ന് കാണാം. അപ്പൊ
ആ ഇല്ല. അതായത് ഓർക്കാൻ വേണ്ടി വലമ്മ അസ്ലമ വത്തല്ലഹുൽ ജബി, അദ്ദേഹത്തിന്റെ മുഖം നിലത്ത് വെച്ചപ്പോൾ വല്ലാദൈനാഹു യാ ഇബ്രാഹിം, നാം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് വതബനാഹു ബിദിബിൻ അദീം, വേറെ ആടിനെ അദ്ദേഹത്തിന് പകരമായി കൊണ്ട് അറുക്കാൻ കൊടുക്കുകയും ചെയ്തു. കത്തിങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ആണ്ട് കൂട്ടരാണ് നമ്മളൊക്കെ. ഏത് ചരിത്രത്തിലും അങ്ങനെ ഉണ്ടാവും. ഈ തഫ്സീറിലൊക്കെ ഇതിൻ്റെ ഈ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഓരോരുത്തരും അവനാൻ്റെ പിന്നെ കത്തി മുറിച്ചും കൂട്ടി ഇവിടെ അങ്ങനെ ഇവിടെ കട്ടിയായി മുറിണില്ല എന്നൊക്കെ. പാറമേല് ആ കത്തിയുണ്ട്. അതൊന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിശുദ്ധ ഖുറാന്റെ ഒരു ചരിത്രം, വിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അങ്ങനെ തന്നെയാണ്. ചരിത്രം പറയുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, ഇബ്രത്ത് എന്താണോ അതാ പറയാം. അതിൻ്റെ ചിലപ്പോൾ പേരും അഡ്രസ്സും സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ആ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണോ അതാണ് ഖുറാൻ പറയാം. ഇനി അള്ളയും റസൂലും മൗനം പാലിച്ചതിൽ നമ്മൾ എന്ത് ചെയ്യാം? മൗനം പാലിക്കുക. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. അള്ളയും റസൂലും ഒരു കാര്യം വിശദമായി നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ വിശദാംശങ്ങളിൽ നമുക്കൊരു ഉപകാരവും ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ വിശദാംശങ്ങളിൽ നമുക്കൊരു ഉപകാരമില്ല. നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അള്ളാഹ് പറയും. ശരി, അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ പേരെന്താ, അസ്ഹാബുൽ കഹ്ഫിന്റെ ആൾക്കാരുടെ പേരെന്താ എന്നാണ് അറിഞ്ഞത്. നായന്റെ പേര് പിന്നെ എന്താ കിട്ടിയിട്ട് എന്താ നമുക്ക് കാര്യം? ഇനിയിപ്പോ നായന്റെ പേര് കിട്ടി നോട്ടിക്കോ, അതോടെ വല്ല കാര്യമുണ്ടോ? അത് മതി, അത്ര കിട്ടിയാൽ മതി. ഇനിയിപ്പോ അസ്ഹാബുൽ കഹ്ഫ് 7 ആൾക്കാരുടെ പേര് കിട്ടി, അതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ആ അള്ളയും റസൂലും നമുക്ക് പറഞ്ഞു തരാത്ത ചരിത്രം ഉണ്ടല്ലോ, അതിൽ നമുക്ക് എന്തുണ്ടാവില്ല? പ്രത്യേകിച്ചൊരു ഫായിദയും ഉണ്ടാവില്ല. ഉള്ള ഫായിദ ഉള്ളത് അള്ളയും റസൂലും പറയും. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടി ഒരുങ്ങി അദ്ദേഹം മകനെ തിരിച്ചു കിടത്തുന്ന ഖുറാനിലുണ്ട്. അപ്പൊ നാം അദ്ദേഹത്തെ വിളിച്ചു എന്നാ ഫതബഹ്നാഹു ബിദിബിൻ അദീം, ഒരു ആടിനെ പകരമായിട്ട് അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഈമാനും അതുപോലെ തന്നെ തവക്കുലും ഒക്കെയാണ് ആ സംഭവം അറിയിക്കുക. അതാണ് ഇസ്മായിൽ നബിയുടെ ചരിത്രം. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ ജീവിച്ച് അവിടുത്തെ ജുർഹും ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആ ഗോത്രക്കാരാണ് പിന്നീട് മക്കയിൽ താമസമാക്കിയത്. അവരുടെ പരമ്പരയാണ് പിന്നീട് മക്കയിൽ ഉണ്ടായി വന്നത്. ആ പരമ്പരയിൽ നിന്നാണ് പിന്നീട് മക്കയിൽ തന്നെ ആര് ജനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പൊ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ വരാൻ കാരണം അതാണ്. കാരണം ഇസ്മായിൽ നബി എവിടെയാണ്? മക്കയിലാണ്. ആ മക്കയിലെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നത്. മാത്രമല്ല ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നോക്കുകയാണ്, അഫിദത്തൻ, മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം അള്ളാഹു നീ ഇങ്ങോട്ട് തിരിക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ലോകത്ത് ഏതൊരു മുസ്ലിമിന്റെ ഹൃദയവും പഠിച്ചാലും മക്കത്തേക്കൊന്ന് പോകാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ. അള്ളാഹു ഓഫീസിമാറാട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ആ രാജ്യത്തിനും അത് ഉണ്ടാക്കി കൊടുത്തു, ആ നാടിനും ഇസ്മായിൽ നബിക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പറഞ്ഞപ്പോ ഇദ്രീസ് നബിയെയും നിങ്ങൾ ഓർക്കണം. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം പിന്നെ ഇദ്രീസ് നബിന്റെ ചരിത്രമാണോ? ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേൽപ്പെട്ട പ്രവാചകനല്ല, ഇബ്രാഹിം നബിന്റെ മുമ്പുള്ള പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചില ആൾക്കാർ പറഞ്ഞു നൂഹ് നബിയുടെ മുമ്പാണെന്ന് ഒക്കെ ചില തഫ്സീറിൽ കാണുന്നുണ്ട്. അല്ലാഹു അലമിന്റെ കാലഘട്ടം നമുക്കറിയില്ല. ഏതായാലും ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചൊക്കെ ചില തഫ്സീറൊക്കെ കാണുന്നത് അദ്ദേഹം ആദ്യമായിക്കൊണ്ട് പേന കൊണ്ട് എഴുതിയ അവ്വലുമൻ ഖത്ത ബിൽ ഖലം, ആദ്യമായിക്കൊണ്ട് പേന ഉപയോഗിച്ച വ്യക്തിയായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കാണുന്നുണ്ട്. അല്ലാഹു അലം ബിസ്സവാബ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശമുണ്ട്, പക്ഷെ വിശദമായിട്ട് പരാമർശങ്ങൾ വന്നിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അതുപോലെ തന്നെ വദൽ കിഫിൽ, മറ്റൊരു പ്രവാചകനാണ് ദുൽകിഫിൽ എന്ന് പറയുന്ന പ്രവാചകൻ. ഈ ദുൽകിഫിലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തഫ്സീറിൽ കാണുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹം ബനു ഇസ്രായേൽപ്പെട്ട പ്രവാചകനാണ്. ദുൽകിഫില് ബനു ഇസ്രായേൽപ്പെട്ട പ്രവാചകനാണ്. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് ഇദ്രീസ് നബിയുടെ
പിന്നെ പേരിൽ ചെറിയ തഫ്സീറൊക്കെ പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഖുറാനിൽ ഇദ്രീസ് എന്നാണ് വന്നിട്ടുള്ളത്. വേറെ പേരുകളും ചില തഫ്സീറിലൊക്കെ കാണുന്നുണ്ട്. വല്ലാഹു അലം, വിശദാംശം നമുക്കറിയില്ല. പിന്നെ ഈ ദുൽകിഫിലിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ പേര് വരാനുള്ള കാരണം, ദുൽകിഫ് എന്ന് പറയുന്ന പേരിൽ കുനിയത്താണ്, അത് ഒരു വിളിപ്പേരാണ്. ദുൽകിഫ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തവെന്നർത്ഥം. കഫാലത്ത് എന്ന് പറഞ്ഞാൽ കഫാലത്ത് ഏറ്റെടുക്കുക പറഞ്ഞാൽ നമ്മൾ സൗദിയിലൊക്കെ കഫീൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആക്കാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ദുൽകിഫ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തവെന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം എന്ന് പിന്നെ ഒരു ചരിത്രത്തിൽ തഫ്സീറിൽ ചില സംഭവങ്ങൾക്കുണ്ട്, എല്ലാം സത്യമായിക്കോളുന്നില്ല. അതായത് ബനു ഇസ്രായേൽപ്പെട്ട പ്രവാചകനാണ് ദുൽകിഫിൽ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എവിടുന്നാ തുടങ്ങണത്? ബനു ഇസ്രായേൽ ആദ്യത്തെ പ്രവാചകൻ ആരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനത്തെ പ്രവാചകൻ ആരാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇടയിലുള്ള കാലഘട്ടമാണ് ഇത് ബനു ഇസ്രായേലിന്റെ കാലഘട്ടം. അപ്പൊ അതിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. കാരണം ഓരോ ഗോത്രത്തിലേക്കൊക്കെ വേറെ വേറെ അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ട് അതിലൊരു പ്രവാചകൻ ദുൽകിഫിൽ. അപ്പൊ ഈ പ്രവാചകന്റെ പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഒരു രാജാവ്, വേറൊരു പ്രവാചകൻ, അദ്ദേഹം അധികാരമുള്ളൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ അവധി എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കാൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പിൻഗാമിയായിട്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയെ കണ്ടെത്തണം. 3 വിശേഷണങ്ങളുള്ള ആളായിരിക്കണം അദ്ദേഹം. ഒന്ന്, പകൽ നോമ്പ് നോൽക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന, കോപിക്കാത്ത മനുഷ്യനായിരിക്കണം. ഈ 3 നിബന്ധനകളാണ് പിന്നെ അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പല ആളുകളെയും പരിശോധിച്ചു. അദ്ദേഹം ആളുകളോട് ചോദിച്ചു, ഈ 3 നിബന്ധനകൾ ഒത്തുകൊണ്ട് എൻ്റെ അധികാരം ഏറ്റെടുക്കാൻ ആർക്കാണ് സാധിക്കുക? അപ്പൊ ഒന്ന്, പകൽ നോമ്പ് നിൽക്കണം, സുന്നത്ത് നോമ്പുകൾ നോൽക്കണം, രാത്രി നിന്ന് നമസ്കരിക്കണം, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കോപിക്കാൻ പാടില്ല, അനാവശ്യമായി ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ ദുൽകിഫിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ഇതല്ല, അദ്ദേഹം എഴുന്നേറ്റ് ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പിന്നീട് ഇദ്ദേഹത്തിന്റെ പരീക്ഷിക്കാൻ വേണ്ടി പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോണ ചരിത്രങ്ങളൊക്കെ ഉണ്ട് തഫ്സീറിൽ. രാത്രി ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പോയി വാതിൽക്കൽ മുട്ടും, അദ്ദേഹം ദേഷ്യപ്പെടുണ്ടോ നോക്കും, അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ നോക്കും. അങ്ങനെ ഈ പറഞ്ഞ 3 വിശേഷണങ്ങളും കൂടി അദ്ദേഹം ആ അധികാരം ഏറ്റെടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ദുൽകിഫിൽ, ഏറ്റെടുത്തവൻ എന്ന് പേര് കിട്ടിയത് എന്ന് ചില തഫ്സീറിലൊക്കെ കാണുന്നുണ്ട്. വല്ലാഹു അലം. ഇനി ഇദ്ദേഹം പ്രവാചകനാണോ എന്ന കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട്. ഏതായാലും പ്രവാചകനാണ് എന്ന കാര്യത്തിലാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 3 പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞതിന് ശേഷം പറയുക, ഇസ്മാഈല വ ഇദ്രീസ വ ദുൽകിഫിൽ കുല്ലും മിനസ് സ്വാബിരീൻ. ഇവരെല്ലാവരും ആരായിരുന്നു? ക്ഷമിക്കുന്നവരായിരുന്നു, ക്ഷമയുള്ളവരായിരുന്നു. അപ്പോ പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 തരത്തിലാണ്. ഒരാള് നല്ല ക്ഷമയുള്ള ആളാണെന്ന് പറയണമെങ്കിൽ 3 രൂപത്തിലാക്കി ക്ഷമ ഉണ്ടാണ്. എത്ര രൂപത്തിലുണ്ടാണ്? 3 രൂപത്തിൽ. അതിലൊന്ന് അസ്സബ്റു ഫി തഅത്തില്ല, 2 അസ്സബ്റു മിൻ മഹാരിമില്ല, അള്ളാഹുവിന്റെ ഹറാമായ കാര്യത്തിന് ക്ഷമിക്കണം. 3 അസ്സബ്റു ഫി അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദറുള്ള ക്ഷമ. ഈ 3 ക്ഷമകളാണ് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത്. പിന്നെ അതായത് ഒന്ന് അസ്സബ്റു ഫി തഅ, രണ്ടാമത്തേത് തഹരീം, അതായത് ഹറാമായ കാര്യങ്ങൾ, മൂന്നാമത്തേത് അഖ്ദാർ, അള്ളാഹുവിന്റെ ഖദറുകൾ. ഈ 3 കാര്യങ്ങളിലും അയാൾ ക്ഷമയുള്ളവനാണെങ്കിൽ ആളെ സംബന്ധിച്ച് എന്തെന്ന് പറയുള്ളൂ? ക്ഷമാശീലം എന്ന് പറയുള്ളൂ. എന്താ അസ്സബ്റു ഫി തഅത്തില്ല എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ അനുസരിക്കുന്നതിന് ക്ഷമ വേണം. നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതെന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ചെയ്യണം. 5 നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര ഇടങ്ങാറപ്പോൾ സുബൈക്കൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴ വരും, കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവും, അപ്പൊ യസ്സലാത്ത് ഖൈറുൻ എന്നൊക്കെ കേട്ട കുറച്ച് ഇടങ്ങാറല്ലേ. അതുപോലെ തന്നെ പിന്നെ സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ എന്ത് ചെയ്യണം? ക്ഷമ വേണം. രണ്ടാമത്, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ വേണം.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ചെറുപ്പത്തിൽ തന്നെ പൊട്ടങ്കറ്റിലിട്ടു. ആലോചിച്ച് നോക്കണം. ക്ഷമിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അടിമയാക്കി. ക്ഷമിച്ചല്ലോ. അദ്ദേഹത്തെ വിറ്റു. പിന്നീട് ഒരു എന്താ പറയാ ജയിലിൽ പോകേണ്ടി വന്നു. 5-6 വർഷക്കാലം ആര് ജയിലിൽ പോയി? യൂസുഫ് നബി അലൈഹി സ്വലാം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ക്ഷമിച്ചു. എല്ലാ പണ്ഡിതന്മാര് പറയാണ്, ഈ ക്ഷമയേക്കാളൊക്കെ യൂസുഫ് നബിയുടെ ക്ഷമ എന്ന് പറഞ്ഞാൽ ഏതാ അറിയോ? ആ പെണ്ണ് വേണ്ടാത്തരത്തിന് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി ക്ഷമിച്ചല്ലോ. ആ ക്ഷമയാണ് പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും ഒരു അടിമയായി അങ്ങാടിയിൽ വിൽക്കുന്ന അവസ്ഥയിലും യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയേക്കാൾ ഏറ്റവും വലിയ ക്ഷമ ഏതാണ്? അതാണ് അസ്സബ്റു ഫി മഹാരിബില്ല എന്ന് പറഞ്ഞത്. ഒരു തിന്മയിലേക്ക് ഒരാൾ ക്ഷണിക്കുക, അല്ലെങ്കിൽ തിന്മയിലേക്ക് പോകാൻ അവസരം കിട്ടുമ്പോൾ അതിലേക്ക് പോകാതെ അള്ളാഹിനെ പേടിച്ച്. ഇടയിലുള്ള കാലഘട്ടമാണ് ഇത് ബനൂ ഇസ്രായേലിന്റെ കാലഘട്ടം. അപ്പൊ അതിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഓരോ ഗോത്രത്തിലേക്കൊക്കെ വേറെ വേറെ അള്ളാഹു പ്രവാചകന്മാർ അയച്ചിട്ട് അതിലൊരു പ്രവാചകൻ ദുൽഖുഫിൽ. അപ്പൊ ഈ പ്രവാചകന്റെ പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു രാജാവ്, വേറൊരു പ്രവാചകൻ, അദ്ദേഹം അധികാരമുള്ളൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ അവധി എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കാൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പിൻഗാമിയായിട്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയെ കണ്ടെത്തണം. 3 വിശേഷണങ്ങളുള്ള ആളായിരിക്കണം അദ്ദേഹം. ഒന്ന്, പകൽ നോമ്പ് നോൽക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന, കോപിക്കാത്ത മനുഷ്യനായിരിക്കണം. ഈ 3 നിബന്ധനകളാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പല ആളുകളെയും പരിശോധിച്ചു. അദ്ദേഹം ആളുകളോട് ചോദിച്ചു, ഈ 3 നിബന്ധനകൾ ഒത്തുകൊണ്ട് എൻ്റെ അധികാരം ഏറ്റെടുക്കാൻ ആർക്കാണ് സാധിക്കുക? അപ്പൊ ഒന്ന്, പകൽ നോമ്പ് നോൽക്കണം, സുന്നത്ത് നോമ്പുകൾ നോൽക്കണം, രാത്രി നിന്ന് നമസ്കരിക്കണം, അങ്ങനെ അതുപോലെ തന്നെ കോപിക്കാൻ പാടില്ല, അനാവശ്യമായി ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ ദുൽഖിഫിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ഇതല്ല, അദ്ദേഹം എഴുന്നേറ്റ് ഞാൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പിന്നീട് ഇദ്ദേഹത്തിന്റെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോണ ചരിത്രങ്ങളൊക്കെ ഉണ്ട് തഫ്സീറിൽ. രാത്രി ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പോയി വാതിൽക്കൽ മുട്ടും, അദ്ദേഹം ദേഷ്യപ്പെടുണ്ടോ നോക്കും, അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ നോക്കും. അങ്ങനെ ഈ പറഞ്ഞ 3 വിശേഷണങ്ങളും കൂടി അദ്ദേഹം ആ അധികാരം ഏറ്റെടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ദുൽഖിഫിൽ, ഏറ്റെടുത്തവൻ എന്ന് പേര് കിട്ടിയത് എന്ന് ചില തഫ്സീറിലൊക്കെ കാണുന്നുണ്ട്. വല്ലാഹു. ഇനി ഇദ്ദേഹം പ്രവാചകനാണോ എന്ന കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട്. ഏതായാലും പ്രവാചകനാണ് എന്ന കാര്യത്തിലാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 3 പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞതിന് ശേഷം പറയുക, ഇസ്മാഈല വഇദ്രീസ വദുൽഖിഫിൽ കുല്ലും മിനസ് സ്വാബിരീൻ. ഇവരെല്ലാവരും ആരായിരുന്നു? ക്ഷമിക്കുന്നവരായിരുന്നു, ക്ഷമയുള്ളവരായിരുന്നു. അപ്പോ ക്ഷമ എന്ന് പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 തരത്തിലാണ്. ഒരാള് നല്ല ക്ഷമയുള്ള ആളാണെന്ന് പറയണമെങ്കിൽ 3 രൂപത്തിലാക്കി ക്ഷമ ഉണ്ടാണ്. എത്ര രൂപത്തിലുണ്ടാണ്? 3 രൂപത്തിൽ. അതിലൊന്ന് അസ്സബ്റു ഫി തഅത്തില്ല, 2 അസ്സബ്റു മിൻ മഹാരിമില്ല, അള്ളാഹുവിന്റെ ഹറാമായ കാര്യത്തിന് ക്ഷമിക്കണം. 3 അസ്സബ്റു ഫി അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദറുള്ള ക്ഷമ. ഈ 3 ക്ഷമകളാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. അതായത് ഒന്ന് അസ്സബ്റു ഫി തഅ, രണ്ടാമത്തേത് തഹരീം, അതായത് ഹറാമായ കാര്യങ്ങൾ, മൂന്നാമത്തെ അഖ്ദാർ, അള്ളാഹുവിന്റെ ഖദറുകൾ. ഈ 3 കാര്യങ്ങളിലും അയാൾ ക്ഷമയുള്ളവനാണെങ്കിൽ ആളെ സംബന്ധിച്ച് എന്തെന്ന് പറയുള്ളൂ? ക്ഷമാശീലം എന്ന് പറയുള്ളൂ. എന്താ അസ്സബ്റു ഫി തഅത്തില്ല എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ അനുസരിക്കുന്നതിന് ക്ഷമ വേണം. നല്ലൊരു കാര്യം പറഞ്ഞാൽ അത് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതെന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ചെയ്യണം. 5 നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ സുബൈക്കൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ മഴ വരും, കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവും. അപ്പൊ യസ്സലാത്ത് ഖൈറും മിനന്നൊക്കെ കേട്ട കുറച്ച് ഇടങ്ങാറല്ലേ. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ എന്ത് ചെയ്യണം? ക്ഷമ വേണം.
രണ്ടാമത് അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ വേണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അല്ലേ? ചെറുപ്പത്തിൽ തന്നെ പൊട്ടങ്കറ്റിലിട്ടു. ആലോചിച്ച് നോക്കണം. ക്ഷമിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അടിമയാക്കി, ക്ഷമിച്ചല്ലോ. അദ്ദേഹത്തെ വിറ്റു. പിന്നീട് ഒരു എന്താ പറയാ ജയിലിൽ പോകേണ്ടി വന്നു. 5-6 വർഷക്കാലം ആര് ജയിലിൽ പോയി? യൂസുഫ് നബി അലൈഹി സ്വലാം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ക്ഷമിച്ചു. അത് പണ്ഡിതന്മാർ പറയാണ്, ഈ ക്ഷമയേക്കാളൊക്കെ യൂസുഫ് നബിയുടെ ക്ഷമ എന്ന് പറഞ്ഞാൽ ഏതാ അറിയോ? ആ പെണ്ണ് വേണ്ടാത്തരത്തിന് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി ക്ഷമിച്ചല്ലോ. ആ ക്ഷമയാണ് പൊട്ടക്കിണറ്റിൽ വീണപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും ഒരു അടിമയായി അങ്ങാടിയിൽ വിൽക്കുന്ന അവസ്ഥയിലും യൂസുഫ് നബി ക്ഷമിച്ച ക്ഷമയേക്കാൾ ഏറ്റവും വലിയ ക്ഷമ ഏതാണ്? അതാണ് അസ്സബ്റു ഫി മഹാരിബില്ല എന്ന് പറഞ്ഞത്. ഒരു തിന്മയിലേക്ക് ഒരാൾ ക്ഷണിക്കുക, അല്ലെങ്കിൽ തിന്മയിലേക്ക് പോകാൻ അവസരം കിട്ടുമ്പോൾ അതിലേക്ക് പോകാതെ അള്ളാഹിനെ പേടിച്ച്